അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രഭാതത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്തയും വിവരവും. അരവിന്ദ് കെജ്രിവാൾ തന്റെ ആദ്യത്തെ ഉത്തരവ് ക്യാബിനറ്റ് മന്ത്രി ജലമന്ത്രി അതിഷയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം ഈ ഭഗവത് സിംഗ് മാൻ, അതായത് പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജയിലിനുള്ളിൽ സ്ഥാപിക്കണം, ഇല്ലെങ്കിൽ അതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞാൽ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ആദ്യ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് നിയമപരമായി തടയാൻ കഴിയില്ല. ജയിലിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല. അതായത് നിയമപരമായി അരവിന്ദ് കെജ്രിവാളിന് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകുന്നതിന് യാതൊരു തടസ്സവും നിലവിലില്ല. പക്ഷേ ജയിലിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആഴ്ചയിൽ 2 തവണ മാത്രമേ വിസിറ്റേഴ്സിനെ അനുവദിക്കൂ. അത് തന്നെ കുറച്ച് സമയം മാത്രമേ അവരോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കേണ്ട വ്യക്തിയാണ്. അവിടെ എത്രത്തോളം ഇത്തരം കുറിപ്പുകൾ പുറത്തിറക്കി കെജ്രിവാളിന് മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. ഏതായാലും ഇത് അധിക ദിവസം തുടരില്ലെങ്കിൽ അധിക മണിക്കൂറുകളിൽ തുടരില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൂടുതൽ കുരുക്കുമുറുക്കുകയാണ് ഇ ഡി പറയുന്നത്. കഴിഞ്ഞ 4 മണിക്കൂർ ആയിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ 4 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും ഒന്നും പറയുവാനായി കെജ്രിവാൾ തയ്യാറായിട്ടില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇ ഡി കസ്റ്റഡിയുടെ കാലാവധി നീട്ടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.